السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول رب العالمين وعلى آله وأصحابه أجمعين، أما بعد فاتقوا الله عباد الله. وعن جابر بن عبد الله رضي الله عنه عن النبي صلى الله عليه وسلم قال: ما من أيام العمل الصالح أحب إلى الله تبارك وتعالى. رواه أحمد. ബഹുമാന്യരായ മുഅ്മിനീങ്ങൾ, തഖ്വയോടെ ജീവിക്കണമായി എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഖുർആൻ പറഞ്ഞ പ്രത്യേകതകൾ പ്രവാചകൻ വിശദീകരിച്ചു. ആ ദിവസങ്ങളിൽ ചെയ്യേണ്ട സ്വാലിഹായ കർമ്മങ്ങളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. ആ ദിനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട അള്ളാഹുവിന്റെ സ്മരണകളെ കുറിച്ചും പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ ഇബാദത്തുകളുടെയും സംഗമ സ്ഥാനമാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെ. അത് റമളാനിലില്ല, മറ്റൊരു ദിനങ്ങളിലും കാണാൻ കഴിയില്ല. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള സുദിനങ്ങളിൽ എല്ലാ ഇബാദത്തുകളും സംഗമിക്കുന്നുണ്ട്. നമസ്കാരം, സുന്നത്തായ ഇബാദത്തുകൾ, ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും തൽബിയത്തുകളും, അതേപോലെ തന്നെ സ്വതഖകൾ, അതുപോലെ തന്നെ ബലികർമ്മം, അതേ പ്രകാരം തന്നെ പെരുന്നാള്, അതേപോലെ തന്നെ ഉംറ. റമളാൻ മാസത്തിലെ ഉംറക്ക് പ്രത്യേകതയുണ്ട്. റമളാനിലെ അവസാനത്തെ 10ന്റെ ഇഅ്തികാഫിനും ഉംറക്കും പ്രത്യേകതയുണ്ട്. അതിനേക്കാൾ പ്രത്യേകത ഉണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ഉംറ. അതേപോലെ തന്നെ ബലികർമ്മം റമളാനിലില്ല ബലികർമ്മം. അതേപോലെ തന്നെ ഏറ്റവും മഹത്തായ ഇസ്ലാമിന്റെ അചഞ്ചലമായ തൗഹീദിന്റെ ശബ്ദമായ അറഫ സംഗമം. ഖുർആൻ പൂർത്തീകരിച്ചുകൊണ്ട് ആയത്തിറക്കാൻ അള്ളാഹ് തിരഞ്ഞെടുത്തത് റമളാനിന്റെ തുടക്കത്തിലാണ് തിരഞ്ഞെടുത്തത്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹ് തിരഞ്ഞെടുത്തത് ഈ അവസാനത്തെ 10ലാണ്, ഈ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10ലാണ്, അറഫ സംഗമത്തിലാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞത് ഈ ആദ്യത്തെ 10ലാണ്. പിന്നെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, അതേപോലെ തന്നെ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് തീർത്ഥാടനം. പല രാജ്യങ്ങളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളംബരമുണ്ട്. ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞു, നീ വിളംബരം ചെയ്യണം ഹജ്ജിന് വേണ്ടി. മലമ്പാതകൾ താണ്ടിയിട്ട് ഒട്ടകത്തിന്റെ പുറത്ത്, വാഹനങ്ങളുടെ പുറത്ത് നടന്നുകൊണ്ട് ഒരുപാട് ആളുകൾ കഅബാലയത്തിലേക്ക് വരും. തീർത്ഥാടനം അത് ഈ ദുൽഹജ്ജ് മാസത്തിലാണ്. അങ്ങനെ എല്ലാ അമലുകളും ഒരുമിക്കുന്ന ഒരു സംഗമമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയത്. അതിന്റെ പ്രത്യേകത എന്താണ്? അഹബ്ബു ഇലല്ലാഹി തബാറക വതആല. അനുഗ്രഹീതനായ അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള അമലാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്
റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണത്തിന് പ്രത്യേക ശ്രദ്ധതയുണ്ട്. റമദാൻ അവസാനത്തെ 10 ഖുർആൻ പാരായണത്തിന് വളരെയേറെ ഗുണങ്ങളുണ്ട്. അതേ ഗുണങ്ങൾ പോലെ തന്നെ ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുണ്ട്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന അതേ മഹത്വത്തോടു കൂടി ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള സുദിനങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് എത്തി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച വെറുതെ ഇരിക്കണ്ട. റമദാനിൽ അങ്ങനെയാണല്ലോ, സുന്നത്ത് നിസ്കരിച്ച ഉടനെ നമ്മൾ ഖുർആൻ എടുക്കും, ഓതും. അതേ മഹത്വം ഈ ദിവസങ്ങളിൽ കാണിക്കണം. ഖുർആൻ എടുക്കണം, ഓതണം, ദിക്റുകൾ വർദ്ധിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചൊല്ലണം. കാരണം തൽബിയത്തിന്റെ അചഞ്ചലമായ ഉള്ളടക്കം തന്നെ തൗഹീദാണ്. ആ തൗഹീദിന്റെ മറ്റൊരു വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹു ആദരിച്ച ഈ ദിവസങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹത്വമാണെന്ന് പറഞ്ഞ ഈ ദിനങ്ങളെ നമ്മുടെ ജീവിതത്തിലും അതേ മഹത്വത്തോടുകൂടി കാണാൻ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.